പിന്നെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഡ്രഗ്സിനെ കുറിച്ച് സെൽഫ് അവയർനെസ് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ചേച്ചി ഇവിടെ എവിടെയോ ഇറങ്ങിയിട്ടുണ്ടായി. അത് ഇവിടെ ഉണ്ടായ പറയ് ഉണ്ണിയപ്പം പത്തിരിക്ക് കുഴലപ്പം പത്തിരിക്ക് ഇത് ഇന്നപ്പം ഇന്ന് ഞാന് പറയണെന്താച്ചാലേ ഇന്ന് ഞാൻ പറയാനായിട്ട് വെക്കണ്ട ഇങ്ങിട്ട് പറഞ്ഞ പഞ്ചാബ് പഞ്ചാബില് ഉപയോഗിച്ചിട്ട് കൊറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അല്ല ഈ പഞ്ചാബ് ഉപയോഗിക്കണ എന്താണ് ശരിക്കും പ്രശ്നം? കഞ്ചാബ് നിങ്ങളെ ഫ്രണ്ട്സ് കഞ്ചാബ് ഉപയോഗിക്കണോ? എന്റെ പൊന്ന് സാറേ, ഈ പഞ്ചായത്ത് വിട്ടൊരു പുറത്തു പോകാത്ത പിള്ളേരാണ് എന്റെ കൂട്ടുകാരന്മാര്. അവന്മാരെ കുറിച്ച് പറ്റിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ പറയണത് സാറേ. അതാ ആയിക്കൂടെ അതാ ഒരു വേറെ കഞ്ചാബ് പോകുന്നുണ്ട്. ആരാ പഞ്ചാബ് കൊണ്ടായി കൂടെ പോണേ? എന്റെ പഞ്ചാബ് മുത്തപ്പ കഞ്ചാബിന്റെ അടിച്ചായി പോയിക്കാണ് പലരും. ശരിയാ, പഞ്ചാബിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാലുണ്ടല്ലോ എന്റെ പൊന്ന് മക്കളെ, വേറെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഗുജറാത്ത്, കുളുമണാലി, അതൊക്കെ ട്രൈ ചെയ്യും. കഞ്ചാബ് ഉപയോഗിക്കരുത്. കഞ്ചാബ് കൃഷി വരെ ഉണ്ടാവും അത്ര വലിച്ചാല്. പഞ്ചാബി കൃഷി ഉണ്ടോ? നമ്മളെ മുറ്റത്തൊക്കെ കഞ്ചാബ് വീണാല് കഞ്ചാബ് ഉണ്ടാവും. അതെ, പഞ്ചാബ് മുറ്റത്ത് വീണ് കഴിഞ്ഞാല് രാവിലെ എണീക്കുമ്പോ പഞ്ചാബ് മുറ്റത്ത് തൊലിച്ചോണ്ടിരിക്കുന്നുണ്ടാവും. ആൾക്കാര് നശിക്കാണ്. പെണ്ണ് കിട്ടണില്ല കഞ്ചാബ് കടിച്ചിട്ട്. അതുപോലല്ല ഗടി. ഉദാഹരണത്തിന് പഞ്ചാബിൽ പോവാതെ ഒരു പയ്യൻ കുറെ നാട് നടന്നു, എന്നിട്ട് അവന് പെണ്ണ് സെറ്റ് ആയില്ല. അതേതറാ പയ്യൻ? ഞാൻ തന്നെ. കഞ്ചാബ് കടിച്ചിട്ട് കഞ്ചാബ് കടിക്ക്. കഞ്ചാബ് കടിക്കൂടാ നിന്നേക്ക്. കഞ്ചാബ് കടിക്കും നിന്നേക്ക് കേട്ടാ. കഞ്ചാബ് കടിച്ചിട്ട് കഞ്ചാബ് കടിക്ക്. അയ്യോ പഞ്ചാബ് ഞങ്ങളെ കടിക്കല്ലേ. ഇത് കുറിച്ച് നിന്റെ പ്രശ്നം എന്താ? നിന്നെ വല്ല പഞ്ചാബ് പിടിച്ച് കടിച്ചേ എന്നാ പഞ്ചാമരത്തിനോട് ഇങ്ങോട്ട് വരാൻ പറയടാ. നീ ഇതൊരു കേൾക്കണ്ട. ഇതൊക്കെ ഞങ്ങള് കഞ്ചാബ് അഡിക്റ്റ് ആവും. ഉള്ള കാര്യം പഞ്ചാബ് കടിക്കുകയാണെങ്കിൽ പഞ്ചാബ് അടുത്ത് വരും. ഇവിടെ പഞ്ചാബ് കടിച്ചതാ. പിറ്റേ ദിവസം നോക്കിയപ്പോ പോക്കറ്റിലിരിക്കണ പഞ്ചാബ്. എന്താ പറയാ ഇതിനൊക്കെ? അൺഫിലീവബിൾ.